പൂക്കിയിൽ മാത്രമല്ല തൂക്കിയിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഗ്രഗണ്യനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് ലാറ്റിൻ കത്തോലിക്ക ബിഷപ്പുമാരെ കണ്ടത്. എന്തിനാണ് കണ്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി വേണമായിരുന്നു. ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചു. കോവളത്ത് നിന്നും വിജയിച്ച എം വിൻസെന്റിനെ മന്ത്രിയാക്കണം, ഇതായിരുന്നു അവരുടെ ആവശ്യം. അത് പൂർണ്ണമായും അവഗണിച്ചു. ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചു. അതിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ലാറ്റിൻ കത്തോലിക്ക സഭ. അപ്പോൾ സ്വാഭാവികമായും UDFന് വലിയ തലവേദനയാകും. കാരണം തീരദേശ മേഖലയിൽ ലാറ്റിൻ കത്തോലിക്ക വോട്ട് വാങ്ങി വിജയിച്ച് വന്ന MLA-മാരുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, നിരവധി MLA-മാർ വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 3 MLA-മാർ വിജയിച്ചത് ലാറ്റിൻ കത്തോലിക്ക വോട്ട് കൊണ്ടാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ബിഷപ്പുമാർ, ലാറ്റിൻ കത്തോലിക്ക ബിഷപ്പുമാരും പുരോഹിതന്മാരും. അതുമാത്രമല്ല, പരസ്യമായി UDFനെ പിന്തുണക്കണം എന്ന് ഇലക്ഷന് മുമ്പ് തന്നെ നിലപാടെടുത്ത സഭയാണ് ലാറ്റിൻ കത്തോലിക്ക സഭ. ആ സഭയെ പൂർണ്ണമായും അവഗണിച്ചു. അവർ നിലപാടെടുത്തു. സ്വാഭാവികമായും സത്യപ്രതിജ്ഞ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അരമനയിലെത്തി തിണ്ണനിറങ്ങി. ബിഷപ്പുമാരെ സമാധാനിപ്പിക്കാനും എന്താണ് സ്ഥിതി എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനുമാണ് മുഖ്യമന്ത്രി അരമനയിലെത്തിയത്. അപ്പോൾ അരമനയിൽ നിന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു. ശരി, ഞങ്ങൾ സമ്മതിച്ചു, ഫിഷറീസ് വകുപ്പ് അത് മറ്റാർക്കും കൊടുക്കരുത്, ഞങ്ങളുടെ സഭയിൽപ്പെട്ട ആർക്കെങ്കിലും നൽകണം, ഷിബു ബേബി ജോണിന് നൽകണം, ഇതായിരുന്നു ആവശ്യം. അതല്ലെങ്കിൽ CP ജോണിനെങ്കിലും നൽകണം, ഇതായിരുന്നു ആവശ്യം. ഓക്കെ, നോക്കാം എന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ അരമനയിൽ നിന്ന് പുറത്തു വന്നു. അവസാനം ഇതാ ഇപ്പോൾ വകുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാറ്റിൻ കാത്തോലിക്ക സഭ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. സഭയെ തൂക്കി വി.ഡി. സതീശൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? വി.ഇ. അബ്ദുൽ ഗഫൂറിനാണ്, മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിന് യാതൊരു കാരണവശാലും നൽകരുത് എന്നാവശ്യപ്പെട്ടതാണ്. ഒരു കാരണവശാലും നൽകരുത്, കടലിനെ അറിയുന്നവർ മന്ത്രിമാരായി വരണം എന്നാണ് പറഞ്ഞത്. അത് മഹാമണ്ഡത്തരമാണ്, വിഡ്ഢിത്തമാണ്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ മത്സ്യത്തൊഴിലാളികളായിട്ടുണ്ട്. അവർ കടൽ പോകാറുണ്ട്. കടൽ എന്താണ് എന്ന് അവർക്കറിയുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല കടലിൽ പോകുന്നത്, വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഫിഷറീസ് മന്ത്രിസ്ഥാനം നൽകരുത് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. പക്ഷേ സഭ ആവശ്യപ്പെട്ടത് സഭയുടെ മുന്നിലേക്ക് തിണ്ണനിറങ്ങാൻ പോയത് കൊണ്ടാണല്ലോ. അങ്ങനെ തിണ്ണനിറങ്ങിയപ്പോൾ പറഞ്ഞ നിർദ്ദേശമാണ്, അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതും തള്ളി വി.ഡി. സതീശൻ. മുസ്ലിം ലീഗിന് തന്നെ ലാറ്റിൻ കത്തോലിക്ക സഭ എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായും തള്ളി മുസ്ലിം ലീഗിന് തന്നെ ഫിഷറീസ് വകുപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഫിഷറീസ് മന്ത്രിയായി വന്നിരിക്കുന്നത് വി.ഇ. അബ്ദുൽ ഗഫൂറാണ്. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ലാറ്റിൻ കത്തോലിക്ക സഭയെ തൂക്കി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം. പൂക്കി മാത്രമല്ല, തൂക്കുന്നതിലും അഗ്രഗണ്യനാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന് മനസ്സിലായല്ലോ. പക്ഷേ സഭ, ലാറ്റിൻ കത്തോലിക്ക സഭ എങ്ങനെ പ്രതികരിക്കും എന്നതേ അറിയാനുള്ളൂ. പ്രതികരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. 5 വർഷത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെ പോകും. എന്തൊക്കെ പ്രതീക്ഷകൾ ഇലക്ഷന് മുമ്പ് നൽകിയിട്ടുണ്ടോ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്ന് ലാറ്റിൻ കാത്തോലിക്ക സഭ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ നേരത്തെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്.